ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. മരിയ ജോസേവ സാൻജോ ദി ഗ്വേറ സ്പെയിനിലെ വിക്ടോറിയയിൽ 1842 സെപ്റ്റംബർ 7 ജനിച്ചു. അവളുടെ ജീവിതം ദുരിതങ്ങളുടെയും അനുകമ്പയുടെയും ഒരു അതുല്യമായ മിശ്രിതമായിരുന്നു. 7-ാം വയസ്സിൽ പിതാവ് മരിച്ചതോടെ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് വലിയൊരു നഷ്ടം നേരിടേണ്ടി വന്നു. ഈ ദുഃഖം ഒരു കുട്ടിയെന്ന നിലയിൽ അവളെ കൂടുതൽ ഉൾക്കാഴ്ചയുള്ളവളും മറ്റുള്ളവരുടെ വേദനകളോട് കൂടുതൽ സഹാനുഭൂതിയുള്ളവളുമാക്കി മാറ്റി. ദാരിദ്ര്യവും രോഗവും നിറഞ്ഞ ലോകത്തിൽ അവൾ വളർന്നു. ഇത് പാവപ്പെട്ടവരോടും ദുരിതം അനുഭവിക്കുന്നവരോടുമുള്ള അവളുടെ ആഴമായ പ്രതിബദ്ധതയ്ക്ക് അടിത്തറയിട്ടു. തന്റെ ചെറുപ്പത്തിൽ തന്നെ മരിയ ജോസേവ ഒരു സന്യാസിനിയാകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കുടുംബപരമായ സാഹചര്യങ്ങളും ഈ ആഗ്രഹത്തിന് തടസ്സമുണ്ടാക്കി. എങ്കിലും അവളുടെ വിശ്വാസം അചഞ്ചലമായിരുന്നു. ദൈവത്തിലുള്ള അവളുടെ അടിയുറച്ച വിശ്വാസവും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള തീവ്രമായ ആഗ്രഹവും അവളെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിച്ചു. 1871 29-ാം വയസ്സിൽ മരിയ ജോസേവ സെർവൻസ് ഓഫ് ജീസസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു. ഈ സഭയുടെ ലക്ഷ്യം രോഗികളെയും പ്രായമായവരെയും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെയും സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന എല്ലാവരെയും ശുശ്രൂഷിക്കുക എന്നതായിരുന്നു. കേവലം ഭൗതികമായ സഹായം നൽകുന്നതിനപ്പുറം സ്നേഹത്തോടെയും അനുകമ്പയോടെയുമുള്ള ഒരു സാന്നിധ്യത്തിലൂടെ അവരുടെ ആശ്വാസത്തിനും അന്തസ്സിനും പ്രാധാന്യം നൽകുക എന്നതായിരുന്നു മരിയ ജോസേവയുടെ പ്രധാന ലക്ഷ്യം. ഹൃദയത്തിന്റെ സഹായം എന്ന അവരുടെ തത്വം സേവനം കേവലം ഒരു കടമയല്ല, മറിച്ച് ആഴമായ സ്നേഹത്തിൽ നിന്നും അനുകമ്പയിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഒരു ദാനമാണെന്ന് പഠിപ്പിച്ചു. തുടർന്നുള്ള 41 വർഷക്കാലം സുപ്പീരിയർ ജനറൽ എന്ന നിലയിൽ മരിയ ജോസേവ തന്റെ സന്യാസിനി സമൂഹത്തെ നയിച്ചു. അവരുടെ ശക്തമായ നേതൃത്വവും ആത്മാർത്ഥമായ ഉൾക്കാഴ്ചയും സഭയെ വളരെയധികം സ്വാധീനിച്ചു. യഥാർത്ഥ ദാനധർമ്മമാണ് ഒരു സമൂഹത്തിന്റെ അടിത്തറയെന്നും ആത്മീയ പൂർണ്ണതയിലേക്കുള്ള പാതയാണെന്നും അവർ സിസ്റ്റേഴ്സിനെ പഠിപ്പിച്ചു. അവരുടെ ശിക്ഷണത്തിൽ സെർവൻസ് ഓഫ് ജീസസ് ഓഫ് ചാരിറ്റി സ്പെയിനിലുടനീളം അതിവേഗം വളർന്നു. പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ മരിയ ജോസേവ രോഗബാധിതയായി കഷ്ടപ്പെട്ടു. എങ്കിലും അവളുടെ മാനസികമായ കരുത്തും നേതൃത്വ ഗുണവും ഒട്ടും കുറഞ്ഞില്ല. കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും അവർ തന്റെ സന്യാസിനി സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകി. 1912 മാർച്ച് 20 അവർ അന്തരിച്ചു. അപ്പോഴേക്കും അവരുടെ സഭയിൽ 1000-ലധികം സിസ്റ്റർമാരും ലോകമെമ്പാടുമുള്ള നിരവധി സേവന കേന്ദ്രങ്ങളും സ്ഥാപിക്കാനിടയായി. മരിയ ജോസേവയുടെ ജീവിതം വിശ്വാസത്തിന്റെയും അനുകമ്പയുടെയും ശക്തമായ സാക്ഷ്യമാണ്. 2000-ൽ ജോൺ പോൾ II മാർപ്പാപ്പ അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ മരിയ ജോസേവ സാൻജോ ദി ഗ്വേറ ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമാണ്. ദുരിതം അനുഭവിക്കുന്നവരോടുള്ള അവരുടെ ആഴമായ സ്നേഹവും അവരെ സഹായിക്കാനുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും വിശ്വാസ പ്രവൃത്തിയിലൂടെ എങ്ങനെ ജീവിക്കാമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് അവരുടെ ജീവിതം. നമ്മുടെ ഹൃദയം തുറന്ന് മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരാനും സ്നേഹത്തോടെയും അനുകമ്പയോടെയും അവരെ ശുശ്രൂഷിക്കാനും അവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.